ദേശീയപാതയിൽ നേര്യമംഗലം വാളറ വനമേഖലയിൽ ശക്തമായ കാറ്റും മഴയുമാണ്. കൊക്കയാർ കഞ്ഞിക്കുഴി മേഖലകളിൽ 6 മണിക്ക് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു. യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച മഴ ഇപ്പോഴും തോർന്നിട്ടില്ലേ? മഴ ശക്തമായി തുടരുകയാണോ? ഇടുക്കിയിൽ മറ്റേത് മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അരുൺ, മലയോര മേഖലകളിൽ, ഇടുക്കിയുടെ മലയോര മേഖലകളിൽ എല്ലാം തന്നെ മഴ പെയ്യുന്നുണ്ട്. നമ്മളുള്ള കട്ടപ്പനയിലും ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. അതുകൂടാതെ ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ നേര്യമംഗലം വാളറ ഇരുമ്പുപാലം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ശക്തമായിട്ടുള്ള മഴ തുടരുന്നത്. അവിടെയുള്ള ആളുകൾ തന്നെയാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത്. ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്നുണ്ട്. വനമേഖല ആയതുകൊണ്ട് തന്നെ കൂടുതൽ മരങ്ങളുണ്ട്. ശക്തമായ കാറ്റിൽ ഈ മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മണ്ണിടിച്ചിലുണ്ടായ ഒരു മേഖല കൂടിയാണ് ഈ നേര്യമംഗലം വനമേഖല. അതുകൊണ്ട് അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം. പരമാവധി വേഗത കുറച്ച് യാത്ര ചെയ്യണം. അനാവശ്യമായി അവിടേക്ക് ആ റോഡിലൂടെ മൂന്നാറിലേക്കോ അടിമാലിയിലേക്കോ യാത്ര ചെയ്യരുത്. വിനോദസഞ്ചാരികളാണെങ്കിൽ നേര്യമംഗലം ഉൾപ്പെടെയുള്ള താഴെയുള്ള മേഖലകളിൽ വാഹനങ്ങൾ നിർത്തി റെസ്റ്റ് എടുത്ത് നാളെ മാത്രം അങ്ങോട്ട് യാത്ര ചെയ്യാവൂ എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു സംഭവം ഈ കഞ്ഞിക്കുഴി മേഖലയാണ്. ചേലച്ചോട്, കഞ്ഞിക്കുഴി, പഴയരിക്കണ്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമുള്ളത് കൊക്കയാറാണ്. കൊക്കയാർ മേഖലയിലും വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. നമ്മൾ അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും ഈ മേഖലകളിലെല്ലാം തന്നെ തുടരുന്നുണ്ട്. അതുകൂടാതെ ഇടുക്കിയുടെ മലയോര മേഖലകളിലും ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. എന്തായാലും മലയോര മേഖലയിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്യുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. ജാഗ്രത പാലിക്കുക. മലയോര മേഖലകളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കുക. മഴ മുന്നറിയിപ്പുകളുണ്ട്.